അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് പുതിയൊരു വ്ളോഗ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആശുപത്രി ഗൾഫിലേക്ക് പോവാണ്. പെട്ടെന്നാണ് ഈ ഒരു ട്രിപ്പ് കിട്ടിയത്. അതായത് കുറേ ആയി ജോലി അന്വേഷിക്കുന്ന മാഷാഅല്ലാ പെട്ടെന്ന് കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് ആൾ പോകുന്നത്. അപ്പം ഇങ്ങനെ പോവാണ് ആൾ. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന അതിരാവിലെയാണ് കേട്ടോ. സുബൈ നിസ്കരിച്ചിട്ടൊന്നുമില്ല. അവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ സുബൈക്ക് നിസ്കരിച്ചത്. അപ്പോൾ പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോയത്. പിന്നെ ഡ്രൈവർ എൻ്റെ അളാമ്മൻ്റെ മോനാണ്, ഭയങ്കര സ്പീഡാണ്. അവന് പെട്ടെന്ന് എത്തിച്ചിട്ടുണ്ട് നമ്മളെ. അപ്പോൾ അവിടെ സുബൈ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ എയർപോർട്ടിലേക്ക് എത്താറായി. അവിടുന്ന് കുറേ സമയമൊന്നും എടുത്തില്ല നമ്മൾ എയർപോർട്ടിലേക്ക് എത്താൻ. ആൾ ഭയങ്കര ഡ്രൈവറാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എത്തേണ്ടത് 8 മണിക്കാണ് ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കാണ് ഡിലേ. ആളും ഡിലേ, ഞമ്മളും ഡിലേ എന്ന് പറഞ്ഞ പോലായി. അങ്ങനെ ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം നടന്നു. പിന്നെ വിഷമം ഉണ്ടാകുന്ന വെച്ചവർക്ക് ഒരുപാട് വിഷമമൊന്നുമില്ല, ഒരുപാട് സന്തോഷവുമില്ല, നോർമലാണ്. ആൾക്ക് കുറച്ച് വിഷമം ഉണ്ടായിരിക്കും. ഈസിലി ആയ പിന്നെ ആദ്യമായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈസിലി ഇങ്ങനെ നടക്കുകയാണ്. ഈസിലിക്ക് ഒന്നും അറിയില്ല. അവൾ ഭയങ്കര ഹാപ്പിയാണ്. അവളെന്തോ കറങ്ങാൻ കൊണ്ടുവന്നെന്ന് വിചാരിച്ച് അവൾ ഫുൾ കറക്കത്തിലാണ്, എൻജോയ്മെൻറ്റിലാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രദറിൻ്റെ കാലിലേക്ക് ചവിട്ടാണ് അവൾ. ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ദിയയോ ആദ്യം ഭയങ്കര ഡിസ്കസാണ്, എന്താണെന്നറിയില്ല. മോള് ഫുൾ ലൈറ്റിംഗ് എല്ലാം നോക്കുന്നുണ്ട്. ഭയങ്കരമാണ്. അവൾ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ വർഷിച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഓളെ പിടിച്ചുകൊണ്ട്. കുറേ വിഷമമുണ്ട്. ആളൊക്കെ ചെക്കിങ്ങൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവാണ്. അപ്പം നമ്മളെ അടുത്ത് ഇങ്ങനെ ടാറ്റ പറയാ. പിന്നെ എന്താ ഉള്ളിലൊരു ഫീലുണ്ട്, ആൾ കാണിക്കുന്നില്ല. നമ്മായിട്ട് അങ്ങോട്ട് കാണിക്കാൻ നിന്നിട്ടുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫീൽ ചെയ്താൽ ആൾക്കും ഫീലാവും. അതുകൊണ്ട് സഹിച്ച് പിടിച്ച് നിന്നു. പക്ഷെ ആദ്യം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ആദ്യം ഭയങ്കര ഹാപ്പിയിലുണ്ടായിരുന്നു, നല്ല ഹാപ്പി മൂഡിൽ. പപ്പ ഗൾഫിൽ പോകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ടായി. അവസാനം അവൻ്റെ പപ്പ അകത്തേക്ക് പോയി എന്നറിഞ്ഞ് ഇനി അങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നറിയുമ്പോൾക്ക് ചെക്കന് ഭയങ്കര ഫീൽ. എന്താ എൻ്റെ പപ്പ വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ഫീലാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പപ്പ വരുമല്ലോ, കുറച്ച് ദിവസമൊക്കെയല്ലേ പോകുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൻ പറയാം എനിക്ക് എൻ്റെ പപ്പനെ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ പറയണ്ട, നല്ല കരച്ചിലാണ് അവൾ. പിന്നെ ആൾ ഗൾഫിലെത്തിയിട്ടുണ്ട്. 3 days ആയി. മാഷാ അല്ലാഹ്.